അപ്പോൾ ചങ്ങായിമാരാ നമ്മളിതാ ഹൈദരാബാദ് എത്തി. അല്ല പക്ഷേ ഹൈദരാബാദ് പേച്ചു കിട്ടും, ചൂട് തല്ലിക്കരുത്. നാഗ്പൂർ എത്തിയിരുന്നു. നാഗ്പൂർ ബൈപ്പാസിലാണ് ഒരു ചായ കുടിക്കാൻ സാമ്പാർ വട കഴിക്കാൻ ഇറങ്ങിയതാണ്. വണ്ടി ആ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാം. മിനിഞ്ഞാന്ന് രാവിലെ കർണാടക, ഇന്നലെ രാവിലെ ആന്ധ്ര, ഇന്ന് രാവിലെ മഹാരാഷ്ട്ര, ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മധ്യപ്രദേശ്. കൊട്ടൻ ചൂടോട്ടോ, ഉരുതിക്കും മനസ്സിലായി. നേരം വെളുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വെയില, തലക്കം മേലെ വെയിൽ രാവിലെ. പിന്നെ വണ്ടികൾ വെറും വലിയ വണ്ടിയാണ്, ഫുള്ള് വലിയ വണ്ടിയാണ്. വലിയ വണ്ടികളൊരു ചാകര. അപ്പം നമുക്ക് നേരെ വിടാം. 80 ലക്ഷം MP മധ്യപ്രദേശ് ഛത്രപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നിൽക്കടാ ചെറുക്ക, കാറ് മാറി വരുന്നുണ്ട്. ഇപ്പം ഈ വെയിലെടുത്ത് ചാടണല്ലോ. ചാടാതെക്കാനാണ് ആൾക്കാർ, ചാടാതെക്കാൻ അത് വെച്ചിരിക്കണത്. ചാട് എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നാണ്, വേറെ മാർഗമല്ല. മൂന്നായി നോക്കട്ടോ, വണ്ടിക്കാരെ ഉമ്മച്ച് പോവും. കംപ്ലൈൻറ്റ് ആക്സിഡൻറ്റാ. ആകെ പൊളിച്ചിക്കണ ആക്സിഡൻ്റാണ്. ഹൈവേയിൽ റോഡ് സൈഡിൽ അതുപോലെയൊക്കെ അങ്ങ് നിർത്തിയിട്ടുണ്ടാവും, മറ്റൊരു കാണൂല. ഈ വണ്ടിയൊക്കെ നിൽക്കണതാ ഇതേപോലെ നിൽക്കും. അപ്പം നേരെ ബാക്കിൽ വരുന്ന വണ്ടി ഓവർടേക്ക് ആയ വണ്ടിയിൽ കട്ട് ചെയ്ത് കയറുമ്പോഴേക്കാരെ കാണാം. അതിൽ ചവിട്ടി വിട്ടില്ല, നേരെ കൊണ്ടേ കൊടുക്കും. അതാണ് ഹൈവേയിൽ വണ്ടി നിർത്തിയതെന്ന് പറയും. അപ്പോൾ കുറച്ചും കൂടെ ഓടിയാൽ നമ്മൾ മഹാരാഷ്ട്ര കഴിയും, പിന്നെ മധ്യപ്രദേശ്. വോൾവോ മെഷീനറി കൊണ്ടുപോകണം. തള്ളുവണ്ടി വലിച്ചാനും തള്ളാനൊക്കെ ഉണ്ടാവും. വാട്ടർ ടാങ്ക് വേണമെങ്കിൽ കൊണ്ടൊക്കെ വരേക്ക്. ലക്ഷക്കണക്കിന് ലിറ്റർ ടാങ്കാണ് അതൊക്കെ. ആ പെരിയിലൊന്ന് കൊണ്ടുവച്ചാൽ മതി. നേരത്തെ നമ്മളോട് നല്ല വണ്ടിക്കാരിതാ മെഷീനറി അല്ലേ, ആ വണ്ടിയാണത്, ആ വെള്ള മെഷീനറി. നമ്മൾ നേരെ പോവാം. റോഡൊക്കെ ചൊറുക്കാൻ ശിവണി, ജബൽപൂർ, വാരണാസി. റോഡ് കണ്ടില്ല, വരയായിട്ട് ചോപ്പായിട്ടും മഞ്ഞായിട്ടും പുറത്ത് അങ്ങനെ കൂട്ടിച്ചിട്ടുണ്ട്. റോഡെന്താ ചൊറുക്കൂട്ടി വിടാം, നമ്മളെ പൈസ അല്ലേ, നമ്മളിങ്ങനെ കൊടുക്കല്ലേ. വെളിച്ചം കൂടുതൽ ഇതായിട്ടാണ്, കോൺക്രീറ്റ് ആയിട്ടാണ്. ഇതുവരെ ഇരുട്ടാവും, ആരെങ്കിലും നെറ്റാവും. ഇത് രാത്രി പോകുമ്പോൾ ഹെഡ്ലൈറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ കയറാം. ആ കോൺക്രീറ്റ് ഭാഗത്തുള്ളത് ഹെഡ്ലൈറ്റ് ഭയങ്കര നിറയെ കയറാം. റോട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിറണ്ടാവില്ല. ചെറിയ കുന്നിൻ ചെരുവിൻ്റെ ചുവട്ടിലുള്ള വീടാണ്, അടിവാരാണ്. ഓഫീസ് അതാ കാണേണ്ടതാണ് കേട്ടോ. സർക്കസും കൂടാനും കണ്ടത്, സർക്കസും കൂടാനും വരി. ജംബോ സർക്കസ് അല്ലേ, മഹാരാഷ്ട്ര സർക്കസ്. അതാണ് കൂടാരം മാതിരിയുള്ളത്. ആ സൈഡിലുണ്ടാവും, ഈ സൈഡിലുണ്ടാവും. അതാണ് നമ്മൾ റോട്ടിലെ പിടിച്ചുപറിക്കാര കേന്ദ്രം.
500 നടക്കാണ്. ബോർഡർ ചെക്ക് പോസ്റ്റ്. ലെഫ്റ്റ് വാ. ഇവിടെ 500 രൂപ ചായ പൈസ കൊടുക്കണം. 500 രൂപ ചായ പൈസ കൊടുക്കണം. അതാ എല്ലതും ഓണമെന്നല്ല. അവിടെ ഇവിടെ ടയറൊക്കെ വെച്ചോണ്ടാ. ആ മഞ്ഞ വണ്ടി കയറണ ഇവിടെ ഏലും കയറിക്കോ. ഏലും കയറിയാലും പൈസ എടുക്കണം. തരണം. അപ്പോൾ തൂക്കി ഇറങ്ങി നോക്കാം. അവിടെ വണ്ടി ഇങ്ങനെ ഓട്ട അടിച്ച് വരുന്നുണ്ട്. ഇതിലെങ്ങനെ പോകണം. ഇനി ഇതിലങ്ങോട്ട് തന്നെ വരണം. ആ മഞ്ഞ വണ്ടി വരുന്നു. വേണ്ട നമ്മളിങ്ങനെ വട്ടഞ്ച് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന മാതിരി ഇങ്ങനെ കയറണം. ഒക്കെ മനുഷ്യനിർമ്മിത വണ്ടികളാണ്. അതൊക്കെ കരിമ്പ് വണ്ടികൾ എന്നിട്ടാണ് പറയാം. അതൊക്കെ കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്, നമ്മളതല്ല. വോൾവോ പൊടി പോറി കയറുന്നുണ്ട്. വോൾവോ അങ്ങനെ തന്നെ. ഫ്രണ്ട് തല മാത്രമേ കുറച്ച് കോലുണ്ടാവുള്ളൂ. അതിൻ്റെ കൂട് ഭയങ്കര പോറേത് കീറി പറഞ്ഞിട്ടും ചള്ളി പിടിച്ചിട്ടും. ബിസിക്കാരാ ഇപ്പം അവിടെ ഇത് കാണിച്ചു കൊടുത്തിട്ടോ. ഞാനൊരു ടാറ്റ കൊടുത്തു അവർക്ക്. അപ്പം ഇനി ഫോറസ്റ്റ് കേട്ടോ. അപ്പം ഇത് കടുവയും പുലിയൊക്കെ ഇറങ്ങും ഇല്ലേ? കടുവ ഈ കടുവയും പുലിയൊക്കെ ഉണ്ടാവും. വരയൻ പുലി. ഇതാണ് ഓഫീസ് ഞാൻ പറഞ്ഞത്. മരത്തിൻ്റെ തലപ്പ് കാണുള്ളൂ. കാട്ടിലാണിപ്പോൾ. കാട്ടിലൂടെ അല്ല, പാലാണ്. ഫോറസ്റ്റ് കൂടെയുള്ള പാലം. മൃഗങ്ങൾക്ക് ശല്യമില്ല, നമുക്കും ശല്യമില്ല. അണ്ണൻ്റെ ലോഡ് എന്താ? ആ തടുക്കുണ്ട്. ചക്ക ലോഡ്. വെള്ളം ഒലിക്കണ്ട. ഐസ് ഇങ്ങനെ ഒരിക്കൽ ഒലിക്കുന്നുണ്ട്. അപ്പം മധ്യപ്രദേശിൻ്റെ കാട്ടിലൂടെയുള്ള ചുരം. കാട്ടിലാണ് പോയി ചുരം. അതെന്ത് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിക്കണേ. മൃഗങ്ങൾ റോട്ടിൽ കയറാതൊക്കെയാണ് അടച്ചിട്ടിട്ടുള്ളത്. കുരങ്ങന്മാർ ചാടുന്നല്ലോ ഈ മരത്തിമൊക്കെ കയ്യിൽ. ഈ ഒരു സ്ഥലം ഓഫീസ എപ്പോഴും വണ്ടി ആക്സിഡൻ്റ് ആണ്ട സ്ഥലം. അവിടെ നിന്ന് വളഞ്ഞ് പെരും വരെ ഈ തപ്പാകാടികളൊക്കെ. നല്ലൊരു വളവാണ്. മരങ്ങളൊക്കെ ഉണങ്ങി ചൂടുകൊണ്ട് ഇടയ്ക്ക് ചെറിയ പച്ചപ്പൊക്കെ കാണാം. ആരാതാ ഒച്ചമണി ഉണ്ടാക്കണേ? ആയിക്കോട്ടെ.
കളറിങ്ങനെ കുഴിഞ്ഞു വയ്ക്കല്ലേ വെയിൽ പാത്തിക്കനുസരിച്ച്. ആ ഒരു വണ്ടി അവിടെ കംപ്ലൈൻ്റ് ആയിരുന്നു. മാറ്റി മാറ്റി നല്ല മുകളിലെത്തി. ഇവിടെ തീരെ കാണും. ഡബ്ബാങ്ങാടി അപ്പോൾ കാട്ട് സമാപ്തട്ടോ. ചുരം കഴിഞ്ഞിട്ടോ. ചുരം കഴിഞ്ഞു. ചുരം നമുക്കൊരു തണലിൽ നിർത്താം. എവിടെയെങ്കിലും ചെറിയൊരു തണലിട്ടാൽ ഭക്ഷണം ഉണ്ടാക്കണ്ടേ, കഴിക്കണ്ടേ. ഈ റോഡിലാണ് നിർത്തിയാലും ഇവിടെ നല്ല തണലുണ്ട്. ഇതിന് ഫോറസ്റ്റ് തീരണ്ട. ഇപ്പോൾ ഇതിന് ഫോറസ്റ്റ് തീർന്നാലും ഇപ്പോൾ നിർത്താൻ പറ്റുള്ളൂ. ഇടക്കിടക്ക് ഓരോ ഉൾവെളി വരികയാണ്. ഇടക്കിടക്ക് ഓരോ ഉൾവെളി വന്ന് കാണാൻ പായ കഴിഞ്ഞു കേട്ടോ. അതിൽ കഴിഞ്ഞു. നമ്മൾ മുമ്പിൽ കടന്നു കണ്ട് തണലിട്ട സൈഡാണ്. NHAI താങ്ക്സ് ഫോർ യു. ഒന്ന് നടന്നാലൊക്കെ ഇങ്ങനെ നമ്മളെ ക്യാബിന് വെച്ചൊരു തണലിട്ടാണെങ്കിൽ റോട്ടിലാണ് അതൊരു മെഷീനൊക്കെ കൊണ്ട് കിടക്കണ്ട. മിസൈലാണോ? മിസൈലാ തോന്നുന്നുണ്ട്. അത് തണൽ കിട്ടണമെങ്കിൽ എന്താ പാടാണ്. അപ്പോൾ ചെറിയൊരു മരത്തണൽ കിട്ടിയപ്പോഴേ ഭക്ഷണം ഉണ്ടാക്കട്ടെ. അപ്പോൾ ചങ്ങായിമാരെ നമ്മളിതാ MP ശിവോണിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ശിവോണി കഴിഞ്ഞ് അപ്പോൾ നമ്മളെ കമ്പനിയിൽ വണ്ടി റിട്ടേൺ വരികയാണ്. കാൺപൂരിൽ പോയി വരാം കേട്ടോ. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. വെയിലാണ്. ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് ഉരുളക്കിഴങ്ങ് ഓഫീസിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അതാണ്
മറ്റൊരു വണ്ടി. ഇനി ഒരു 10 വീലാണുള്ളത്. ആ 10 വീലിൽ എൻ്റെ അനിയനാണ് പോണത്. അതിൻ്റെ പേരൊക്കെ പോയിട്ടുണ്ട്. പേരൊക്കെ പണിക്കയക്കണം വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ അവിടെ. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് വരാം, വല്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അംസുണ്ണി, നമ്മളെ വണ്ടിയിലുള്ള സാരഥി, മാനേജർ, ഗ്രൂപ്പ് മാനേജർ. ഇത് അംസുണ്ണിന്റെ സഹായി. അതിന്റെ പേരെന്താ? സാദിഖ്. ഇത് പിന്നെ ഞങ്ങൾ കട്ടക്കുട്ടി ഓഫീസ് ഇത് വലിയ മാനേജർ, ഇത് ചെറിയ മാനേജർ. വലിയ മാനേജർ ലീവിലാണ്. അപ്പോൾ അവരങ്ങോട്ടും ഞങ്ങളിങ്ങോട്ടും യാത്ര തുടങ്ങുക. അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ സൈറ്റിലെത്തിയിട്ടുണ്ട്, ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശ് ഛത്രപൂരിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വെയർ ഹൗസാണ് കേട്ടോ, വെയർ ഹൗസിലാണ്. അപ്പോൾ വണ്ടി ഇതാ ഒരുപാട് വണ്ടിയുണ്ട്. നമ്മളെ ബാക്കിൽ വണ്ടിയുണ്ട്, വരിക്ക് നിൽക്കുന്നുണ്ട്. ഒക്കെ വന്ന വണ്ടികളാണ് എല്ലാം വെയർ ഹൗസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇറക്കൂലേ? ആരോടെ? മുഖ്യമന്ത്രിക്ക് വിളി, പിണറായി വിജയന് വിളിക്ക്, ഇവിടേക്ക് കണക്ട് ചെയ്യാൻ വിളിക്കാൻ പറ. ഞങ്ങൾ രാവിലെ 5 മണിക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ 12 മണിയായി, സമയം 12 മണിയായി. വെയിൽ ചൂട് പോവോ? അതിന് വൈകുന്നേരം 6 മണിയാണ്ടേ? ശരി. ഓഫീസിൻ്റെ അഭിപ്രായം പോലെ വെയിൽ ചൂടാവേണ്ടി പോകേണ്ടി വരുമെന്നാവട്ടോ, നല്ല ചൂടാണ്. ഏതായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോറിക്കാരെ മെയിന് കച്ചിത്തുരുമ്പ് അതാണല്ലോ, ക്ഷമ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി ലോഡ് ഇറക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ലാസ്റ്റ് റൂമാണ്. ഇനി ഇവർക്കൊണ്ട് റൂമില്ല, കാരണം പിന്നെ ഓരോ ഷെഡുകൾ ഇതിൻ്റെ അപ്പുറത്തൊക്കെയാണ്. അപ്പോൾ ഓരോരോ റൂമിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഓരോരോ വണ്ടികൾ നിർത്തിയേക്കണം. ഒരു വണ്ടി നമ്മൾ ബാക്കിൽ നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ട് ഇറക്കേണ്ടി വരും. ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇറക്കട്ടെ, പുറത്തൊന്നും ഇറങ്ങി നിൽക്കില്ല, അത്രയും ചൂടാണ്. ചൂട് കാറ്റും കൂടി ആകുമ്പോഴേ. അപ്പോൾ ഇതാ നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞു. ആ നീല വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടില്ല. നമ്മളെ തടി കെട്ടി വീസ, നമ്മളെ തടി കെട്ടിയാലേ സമയം എന്തായി കച്ചവടം? ഫുലൂസ് ടൈം എന്തായി? 5 മണി. കാശ് വരെ വെച്ചാൽ സമയമാണ്. ഏത് ക്ലാസ്സാ? കാണില്ല, വേണ്ട. ഓക്കെയാ. നമ്മൾ നേരെ കമ്പൻ്റെ പുറത്ത് നന്നായിട്ട് ഓടടിച്ചിട്ടില്ല. പുറത്തിറക്കി വെച്ചിട്ടൊന്നും വണ്ടി പിന്നെ തൊടാൻ വരും, പൊള്ളണം. ചാടോ? പെട്ടിക്കാറുണ്ടോ? പെട്ടിക്കാറുണ്ടല്ല. ഒരു ചായ എടുക്കണം, നല്ല ശരിയാവും. ഇത് കറങ്ങണ്ട, നല്ല മെല്ലെ 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 നേരെ കയറി പോകേണ്ടി വരില്ല. കുറച്ചങ്ങോട്ട് വൈഡായിട്ട് അടുത്തത് അത് കയറിയതാ. ആ റേസ് ആക്കല്ല, പോയിന്റ് എത്ര മാത്രം റേസ് ആക്കാം.
മുന്നിൽ ഇങ്ങനെ കിടക്കണ ഒരു മല.